ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ്. പിന്നെ ഇവിടെ ക്ലൈമറ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് തണുപ്പ് കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിവിടെ നേരം വെളുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സ്കൂൾ വർക്കിംഗ് ഡേ ആണ്, തേഴ്സ്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇന്ത്യൻ സ്കൂളിൽ പിള്ളേരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഫീൽഡ് ട്രിപ്പ് കൂടി ഉള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചട്നി നമ്മൾ തലേദിവസം തന്നെ അരച്ച് വെച്ചായിരുന്നു. ഇന്ന് രാവിലെ ടൈം ഉണ്ടാവില്ല എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറക്കി വെച്ചാൽ മതി, നമുക്ക് ചട്നി റെഡിയാണ്. പിന്നെ ഗീ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് അതേപോലെ കുറച്ച് സമയമുള്ളപ്പോൾ ഞാൻ അരി ഉണ്ടായിരുന്നു. അപ്പോൾ അരി ഒന്ന് കഴുകി, സാധാരണ ഹസ്ബൻഡാണ് ഇടാറ്. അപ്പോൾ ഇന്ന് എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ അരി ഒന്ന് കഴുകി ജസ്റ്റ് ചാക്സണിൽ ഇട്ട് പോകണേ ഉള്ളൂ. തിളയ്ക്കാനുള്ള സമയമില്ല എനിക്ക് സ്കൂളിൽ പോകാറാവും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളറൊക്കെ ഒന്ന് പോയി നമുക്ക് നല്ല അരിയൊക്കെ നല്ല ക്ലീനായി കിട്ടും. കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകിയിടുകയാണെന്നുണ്ടെങ്കിൽ കളർ ഇതേപോലെയൊക്കെ ഇങ്ങനെ പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ കളർ വരുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എന്നാലും ഈ കളറൊക്കെ നല്ലപോലെ തിരുമ്പി, മട്ട റൈസ് ആയതുകൊണ്ടായിരിക്കാം, നല്ലപോലെ തിരുമ്പി കളഞ്ഞിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും കേട്ടോ. പിന്നെ ചാക്സിൽ ഇടുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, ചൂടായി കിട്ടിയാൽ അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ചാക്സെല്ലാം ഇറക്കി വെച്ച് അടച്ച് വെച്ചാൽ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും നല്ല ചൂട് ചോറ് നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ചാക്സിൻ്റെ കലം. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ല ഫുള്ള് വെള്ളം തന്നെ വെക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് വരുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഊറ്റിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഒട്ടിലുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് അത്യാവശ്യം നല്ലപോലെ മാക്സിമം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ചതിന് ശേഷം ഹസ്ബൻഡ് അതെടുത്ത് താഴെ ഇറക്കി വെക്കും കേട്ടോ ചാക്സിൽ. അപ്പോൾ എൻ്റെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സിങ് കഴിഞ്ഞ് ഞാൻ പോവാണ്. ഓൾറെഡി ലേറ്റ് ആയിരുന്നു കുറച്ച്. അപ്പോൾ ഞാൻ പെഡസ്റ്റൽ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എമർജൻസിയിൽ റോഡ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. ഗ്രീൻ സിഗ്നൽ പോലെ മാൻ്റെ സിഗ്നൽ കാണിക്കും കേട്ടോ. പിന്നെ ഇത് ഫീൽഡ് ട്രിപ്പിൻ്റെ മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കുറേ വർഷങ്ങൾക്ക് ശേഷം, കൊറോണയൊക്കെ കഴിഞ്ഞ് ഒരു 3-4 വർഷം എവിടെയും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്, കുട്ടികളും എക്സൈറ്റഡ് ആണ്, ടീച്ചേഴ്സും എക്സൈറ്റഡ് ആണ്. പിന്നെ ഞങ്ങൾ പോണ സ്ഥലം എന്ന് പറയുന്നത് ഡോൾഫിൻ പാർക്കാണ് കേട്ടോ. ഒരു ഡോൾഫിൻ, പിന്നെ അവിടെ സീലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം. വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വാല്യുബിളായ കമൻറ്റ്സ് അയക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഡോൾഫിൻ പാർക്ക്. ഇവിടെ കുട്ടികൾക്ക് മാത്രമാണ് ഈ ബാച്ചിൽ നമുക്ക് കൊടുത്തു തുടങ്ങും. അപ്പോൾ ഞങ്ങളുടെ 3-4 സെക്ഷൻസ് എല്ലാവരും കൂടിയാണ് ഇവിടെ ഓക്യുപ്പൈ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെന്നെ കെയർ ചെയ്യാനും എല്ലാം ഹെൽപ്ഫുള്ളാണ്. പിന്നെ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് ഇവിടെ സേഫുമാണ്. അപ്പോൾ ഡോൾഫിൻ്റെ ചെറിയ ചെറിയ കളികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ സീറ്റിംഗ് ആവണേ ഉള്ളൂ. കയറി ഇരിക്കുമ്പോൾ തന്നെ സീറ്റിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ലൈവ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല, കുറച്ച് എൻഡിലാണ് കേട്ടോ ഇനി വോയിസ് ഓവർ കൊടുക്കണേ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നല്ല ബിസി ഡേ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് വൈകിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് വേഗം കിടന്ന് ഉറങ്ങി എണിക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നിട്ട്, ഹസ്ബൻഡ് വരുമ്പോൾ നമുക്ക് ബക്കറ്റ് ചിക്കൻ കൊടുന്നായിരുന്നു. അപ്പോൾ അത് ഓരോന്നൊക്കെ എടുത്ത് കഴിച്ച് ഞങ്ങൾ ചായ കുടിച്ചു വൈകിട്ട്. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം മക്കൾക്ക് ഇന്ന് കാറ്റഗിസത്തിന് പോകാനുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് തേഴ്സ്ഡേ പ്രെയർ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം കേട്ടോ. അപ്പോൾ അതിനൊക്കെ മുന്നേ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പണികളും ഫിനിഷ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നാളെ ഫ്രൈഡേ ആണല്ലോ. അപ്പോൾ യൂഷ്വലി ഞാൻ എല്ലാ വർക്കുകളും തേഴ്സ്ഡേ തന്നെ തീർക്കും. അപ്പോൾ നമുക്ക് വാഷ്റൂം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് മുടികളൊക്കെ നമ്മൾ ഹെയർ കോമ്പിംഗ് ഒക്കെ ഇവിടെയാണ് കേട്ടോ, വാഷ്റൂമിലാണ് മാക്സിമം ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഹെയർ ഫോൾ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കോരി കളഞ്ഞ് പൊടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ടിഷ്യൂ മാറ്റാണ്ടായിരുന്നു. പിന്നെ വേസ്റ്റ് ബീന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി കുളിക്കണം. മക്കളൊക്കെ കുളി തുടങ്ങി കേട്ടോ. അവർക്ക് കാറ്റഗിസത്തിന് വേഗം പോകണം, ഒരു 6:45 ആകുമ്പോൾ പോകണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെയും കുളി കഴിഞ്ഞു. എനിക്ക് കുറച്ച് ഇനി നമുക്ക് തേഴ്സ്ഡേ പ്രെയർ തുടങ്ങാൻ കുറച്ചും കൂടി സമയമുണ്ട്, ഒരു 7:15 ആവും. അപ്പോൾ ആ ഒരു അരമണിക്കൂർ നേരം കൊണ്ട് ഞാൻ വേഗം കുളിച്ച്, ഉണ്ണി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ അവളേനെയും കുളിപ്പിച്ച് ഹസ്ബൻഡും മക്കളും പോയി കേട്ടോ. കാറ്റഗിസത്തിനെ കൊണ്ടാക്കി. പിന്നെ തേഴ്സ്ഡേ പ്രെയറിന് കുറച്ച് വർക്ക് ഉണ്ട് ആൾക്ക്, അപ്പോൾ അതിന് ആൾ പോയി. അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം ഒരു പൂൾ പാർട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ നല്ല ടയേർഡാണ്, അത് പക്ഷേ പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട്
വന്നിട്ട് ഒന്നിനും നേരം ഉണ്ടാവില്ല, ഒരുപാട് ലേറ്റാവും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യേണ്ട പണിയൊക്കെ ഇപ്പോൾ ചെയ്ത് വാഷിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തേഴ്സ്ഡേ പ്രേയറിന് പോയി. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്ന് ഞങ്ങളിതിപ്പോൾ പൂൾ പാർട്ടിക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ പോകുമ്പോൾ അവർ കരീസം കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് വെള്ളം തയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്കിനി റൂമിൽ പോയിട്ട് വരാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജ്യൂസ് വാങ്ങി കുടിച്ച് അങ്ങനെ തന്നെ ഡ്രൈവ് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ തേഴ്സ്ഡേയും കൂടി ആയതുകൊണ്ട് പിന്നെ ഈ ഒരു സമയം ഏകദേശം ഇപ്പോൾ ഒരു 8:45 9 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കാണ് റോഡിൽ. ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈവേക്ക് കിടക്കാം കേട്ടോ. ഹൈവേയിൽ നമുക്ക് അധികം തിരക്കുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇവിടുന്നൊക്കെ ഞങ്ങൾ നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് വേഗം കടന്നു. പിന്നെ ഞങ്ങൾ പെട്ടത് ബൂരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഈ പൂളുള്ളത്. പക്ഷേ ഞങ്ങൾ ഇതിന് മുന്നേ പോയ സെയിം സ്ഥലത്തേക്കാണ് പോകണം. ഇപ്രാവശ്യം പോയിപ്പോൾ വഴി തെറ്റിയെന്ന് മാത്രമല്ല ഒരുപാട് ലേറ്റുമായി. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇതാണ് സ്ഥലം. ഇങ്ങനെ ഒരു എന്താ പറയുക കാട്ടിക്കൂടൊക്കെ പോകണ, കാടൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു കുറ്റിക്കാട് പോലത്തെ ഒരു സ്പേസാണ്. ഇവിടെ ഇങ്ങനെ മൊത്തം പൂൾസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വഴിയൊക്കെ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു വഴി വേറൊരു നോർമലി ഞങ്ങൾ പോയ വഴിയേക്കാളും വേറെ നല്ല വഴിയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾ വഴി തെറ്റിപ്പോയതാണ് തപ്പിയിട്ട്. അങ്ങനെ ഇത് ഇങ്ങനെ കറങ്ങി അവസാനം ഏകദേശം നമ്മൾ ഹൈവേയിൽ നിന്ന് വന്നേക്കാളും കൂടുതൽ സമയം ഈ ഒരു ഏരിയയിൽ ചുറ്റിയിട്ടോ. അങ്ങനെ അവസാനം നമ്മൾ പൂളിൽ എത്തി. പിന്നെ ഡൗട്ട് വന്നപ്പോൾ അവിടെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് വഴിയൊക്കെ ചോദിച്ച് ഞങ്ങൾ പൂളിലേക്ക് എത്തി. പക്ഷേ ലേറ്റായി പോയിട്ടോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും ഒരുപാട് ലേറ്റായി പോയി അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഇതാണ് ഏരിയ, നല്ല രസമാണ് കാണാനായിട്ട്. നൈറ്റ് ട്രാവലിനൊക്കെ രസമാണ് കാണാനായിട്ട്. പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല, വെഹിക്കിൾസ് മാത്രം നമുക്ക് ഇടയ്ക്ക് കാണാം. അപ്പോൾ ഇതാണ് വില്ല പൂൾ എന്നാണ് കേട്ടോ ഈ പൂളിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ആംബിയൻസ് നല്ല സൂപ്പറാണ്. നമ്മളിത് മുന്നേ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഫംഗ്ഷനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഏരിയ. നമുക്ക് കുട്ടികൾക്ക് കളിക്കാനും കുക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും അതുപോലെ തന്നെ സെർവ് ചെയ്യാൻ വേറെ സെഷൻ. പിന്നെ നമുക്ക് റെസ്റ്റിംഗ് റൂമുണ്ട്, വാഷ്റൂമുണ്ട്, പിന്നെ പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ എന്താ പറയുക, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സീറ്റിംഗ് ഉണ്ട്, ആവശ്യത്തിന് ഇരിക്കാം, ഫോട്ടോ സെഷൻസ് എടുക്കാം. നല്ലൊരു ആംബിയൻസ് ആണ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെ കുക്കിങ്ങൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സർവീസ് മിനിസ്റ്റർ ആണ് കേട്ടോ ഈ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കുക്കിങ്ങും അതുപോലെ ഈറ്റിങ്ങും എല്ലാം ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഹൈലൈറ്റഡ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ സ്വിമ്മിങ് പൂളാണ് കേട്ടോ. 2 പൂളുണ്ട്, കുഞ്ഞു പൂളുണ്ട് കുട്ടികൾക്ക്. പിന്നെ നമുക്ക് ലേഡീസിന് സെപ്പറേറ്റ് റെസ്റ്റിംഗ് റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ റൂമിൻ്റെ ഉള്ളിലായാലും നമുക്ക് എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ പോലെ നടക്കുക പാർട്ടി നടത്താനൊക്കെ സ്പേസ് ഉണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്തു. പക്ഷേ നമ്മുടെ മക്കളെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവരോട് ഞാൻ പ്രോമിസ് ചെയ്തായിരുന്നു, ബിക്കോസ് നമുക്കിപ്പോൾ എക്സാം നടക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് നൈറ്റാണ്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പും കോൾഡും ഉണ്ട്, ഒരുപാടല്ലെങ്കിലും. പക്ഷെ അത് പിന്നെ അവർക്കിപ്പോൾ കഫക്കെട്ടും ചുമയും പനിയൊക്കെ മാറി ജസ്റ്റ് 2-4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങില്ല എന്ന്. ആ ഒരു കണ്ടീഷനിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ അവർ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. ജസ്റ്റ് കാലൊക്കെ ഒന്ന് ഇട്ട് കുറച്ച് നേരം ഒന്ന് കളിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഹാപ്പി, അവർ ഹാപ്പി അല്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം വരാമല്ലോ, ഇറ്റ്സ് ഓവർ ഹിയർ എന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെയാണ്. പിന്നെ ഇതാണ് കേട്ടോ സെർവിങ് ഏരിയ. അപ്പോൾ നമുക്കിവിടെ കുക്ക് ചെയ്തെല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് മക്കൾക്കുള്ള ഗെയിംസും അതുപോലെ വലിയവർക്കുള്ള ഗെയിംസും ഒക്കെ സെപ്പറേറ്റ് നമ്മൾ നടത്തി. പിന്നെ ഇതാണ് വേറൊരു ഏരിയ. നമുക്കിവിടെ എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഉണ്ട്, വേണമെങ്കിൽ ഡാൻസ് കളിക്കാം അല്ലെങ്കിൽ മൂവി വാച്ച് ചെയ്യാം. അങ്ങനെ എല്ലാത്തിനും എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു പൂളാണ്. അപ്പോൾ ഇതേ കുട്ടികളിവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്, 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്നാക്സൊക്കെ കഴിച്ച് പോയ കാരണം നമുക്കധികം വിശപ്പില്ല. പിന്നെ അവിടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ തട്ടുകട പോലെ മുട്ടയും ചിക്കനും ഒക്കെ ഇങ്ങനെ സെർവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ജ്യൂസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൂൾ പാർട്ടിയിലത്തെ വിശേഷം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ചു പോരുകയാണ്. ഇനി വന്നിട്ട് നമുക്ക് കിടക്കണമെങ്കിൽ നല്ല തലവേദനയുണ്ട്. ആക്ച്വലി പോകുമ്പോൾ തന്നെ പാർട്ടിക്ക് പോകുന്നതിനൊക്കെ മുന്നേ തന്നെ എനിക്ക് തലവേദന തുടങ്ങിയായിരുന്നു. മക്കളിലൊപ്പം പൂൾ പാർട്ടിക്ക് പോയിട്ട് എന്താ പറയുക, ആ ഫീൽഡ് ട്രിപ്പിൻ്റെ അവിടെ ഇരുന്ന് അവിടെ ഒച്ചയും ബഹളമൊക്കെ കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ തലവേദന എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലും പണി പുറത്തും പണി എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് ശരിക്കും ടയേർഡാണ്. അതെല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോഴേക്കും നമ്മൾ എത്തി കഴിഞ്ഞ ഉടനെ ഞാൻ നമ്മുടെ യൂക്കാലിപ്സിൻ്റെ കുറച്ച് ഇല കിട്ടിയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടായിരുന്നു പാർക്കിൽ പോയപ്പോൾ കിട്ടിയത്. അതൊക്കെ പറക്കിനുള്ളിൽ ഇട്ട് കുറച്ച് നേരം ആവി പിടിച്ച് കിടന്ന് ഉറങ്ങിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.